ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് പോട്ടംപാസിലെ വിശേഷങ്ങളാണ്. ആ പോട്ടംപാസിലെ വിശേഷങ്ങൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ കണ്ടിന്യൂവേഷൻ അത് മനോഹരമായിട്ടുള്ള ഒരു പുഴത്തീരവും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഉദ്യാനങ്ങളും പിന്നെ ആ പുഴയുടെ സൈഡിലുണ്ടാവുന്ന അതിമനോഹരമായിട്ടുള്ള ഇടിവെട്ടും മഴയും അത് ആസ്വദിക്കുന്ന രീതിയും പിന്നെ ഇവിടെയുള്ള കുറച്ച് എന്താ പറയുക ഒരു മേൽപ്പാലം ഒരു രാത്രി കാഴ്ച, ആ മേൽപ്പാലത്തിൽ നിന്നുള്ള രാത്രി കാഴ്ച അതുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. സോ ഡോണ്ട് വേസ്റ്റ് ടൈം, ലെറ്റ്സ് ഗോ ആൻഡ് സീ ദ വണ്ടർഫുൾ സീൻസ്. യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അത് ഷെയർ ചെയ്യുക. അപ്പം നിങ്ങളുടെ ഓരോ വിലപ്പെട്ട അഭിപ്രായങ്ങളും എൻ്റെ പുതിയ വീഡിയോ ചെയ്യാനുള്ള എനിക്കുള്ള മോട്ടിവേഷനും അല്ലെങ്കിൽ ഇൻസ്പിറേഷനും ആയിരിക്കും. സോ പ്ലീസ് ഡു ഇറ്റ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മനോഹരമായിട്ടുള്ള ആ പുഴ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ വ്യൂ തുടങ്ങാം. ഇതിപ്പോൾ ഏകദേശം നല്ലൊരു ലൈറ്റിങ്ങും ഒക്കെ ഉള്ളൊരു നല്ലൊരു സമയമാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. മനോഹരമായിട്ടുള്ള പോട്ടംപാസിലുള്ള ആ പുഴയുടെ ഒരു സീനറിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഈ പുഴയുടെ സൈഡ്. ഇത് വളരെ മനോഹരമാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കാനും അല്ലെങ്കിൽ ഇത് ഏറ്റവും മനോഹരമായിട്ടാണ് അവർ ഈ ഉദ്യാനം ഒരുക്കിയിരിക്കുന്നത് ഈ പുഴ സൈഡിൽ. അപ്പോൾ അത് നമുക്കൊരിക്കലും ഒരു മടുപ്പ് തോന്നില്ല. ഇവിടേക്ക് ഇരുന്ന് വന്നിരിക്കാനും അല്ലെങ്കിൽ സമയം ചിലവാക്കാനും എല്ലാം കൊണ്ടും ഒരു നല്ല ഒരു എന്താ പറയുക ഒരു ഗ്രീനറി ആസ്വദിച്ച് ഇരിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ പുഴയുടെ ഓരം ക്രമീകരിച്ചിരിക്കുന്നത്. നല്ല രീതിയിലാണ്, നല്ല ഭംഗിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതാണ് ആ റിവർ കടന്നിട്ടുള്ള ഒരു പാലം. മനോഹരമല്ലേ ഈ കാഴ്ച? നല്ല ഗ്രീനറി ആയിട്ട് കിടക്കണം. വെള്ളം തന്നെ നല്ല പച്ച കളറിൽ കിടക്കണം. വളരെ മനോഹരമായിട്ട് ചെടികൾ നമ്മുടെ ഉദ്യാനങ്ങളിലൊക്കെ ചെയ്തേക്കണ പോലെ തന്നെ പുഴയുടെ സൈഡിൽ ചെയ്തിട്ടുണ്ട്. മനോഹരമായൊരു കാഴ്ച. പുഴയിലേക്ക് നീണ്ടൊരു ഒരു ഒരു ചെറിയ ഒരു പാതിപ്പാലം പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഇവിടെ വന്നിങ്ങനെ നിന്ന് കാഴ്ചകളൊക്കെ ആസ്വദിക്കാനുള്ള ഒരു സെറ്റപ്പാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഇവിടെ ഫിഷ് ചെയ്യാൻ പാടില്ല, മീൻപിടുത്തം അനുവദനീയമല്ല. $3000 വരെ ഫൈനുണ്ട്. പണ്ടൊക്കെ ഞാൻ മീൻ പിടിച്ചിരുന്നു ഇവിടെ. പുഴയിൽ നിന്ന് ഒരുപാട് മീൻ പിടിച്ചിട്ടുണ്ട്. ഇപ്പം നടക്കില്ല. ഇപ്പം ഇത് കണ്ട ഇവരിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ മീൻപിടുത്തം ഇവിടെ എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ പുഴയുടെ ആ ഒരു ഭംഗി. നല്ല തെളിഞ്ഞു കിടക്കുന്ന ഒരു അന്തരീക്ഷവും ഉദ്യാനവും എല്ലാം കൂടി മനോഹാരിതയ്ക്ക് എന്താ പറയുന്നത് ഏതാണ്ടൊക്കെ തോന്നുന്നുണ്ട്. കവി ഭാവനയൊക്കെ വരുന്നുണ്ട്. അതൊന്നും പറയാനില്ല. ഓക്കെ, പാട്ടൊക്കെ പാടാൻ തോന്നുന്നുണ്ട്, പക്ഷേ പാടണില്ല. മറ്റേ ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, അങ്ങനെയൊക്കെ പാടാൻ തോന്നുന്നുണ്ട്. സൈഡിൽ കൂടിയുള്ള ജോഗിങ് പാത്താണ് ഈ കാണുന്നത്. ആളുകൾക്ക് വൈകുന്നേരം എക്സസൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഈവനിങ് വാക്കിങ്ങിനും എല്ലാം സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് ഇവിടെ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തേക്കണത്.
തകർത്ത് പെയ്യുമ്പോൾ പുഴയുടെ ഒഴുക്കൊക്കെ നമുക്കൊന്ന് കാണാം. ഓ ഒടുക്കത്ത മഴയണ്ട. പുഴ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച പോലത്തെ അല്ല, നിറഞ്ഞ്. അപ്പോൾ ഇത് ബഡോക്ക് റിസർവോയറിൽ നിന്നാണ് ഈ പുഴയുടെ ആരംഭം. ഐ മീൻ ആ റിസർവോയർ തുറന്നിട്ടുണ്ടാവും. അപ്പം മഴ പെയ്ത് കഴിയുമ്പോൾ ഒരു റിസർവോയർ തുറക്കും. അപ്പോൾ ഈ വെള്ളം നേരെ ചെന്ന് കടലിൽ ചെന്ന് കയറും. ഞാൻ എൻ്റെ ഒരു പ്രാവശ്യം മാത്രം ഞാൻ കണ്ടിട്ടുണ്ട് ഇത് കരകവിഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. അതെന്തോ ഡ്രൈനേജ് പ്രോബ്ലം അങ്ങനെ ഇതിന് മേലെ ഇങ്ങോട്ട് കയറാനായിട്ട് വഴിയില്ല. പക്ഷെ ഇപ്പോൾ ഈ ഇത്രയും വരെ പൊങ്ങി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. ഈ അടുത്ത ഒരു ഇടയ്ക്കൊന്നും കണ്ടിട്ടില്ല. നല്ലൊരു മഴയത്ത് ഇപ്പോൾ ഒരു 2-3 മണിക്കൂറായി നല്ല തുടർച്ചയായിട്ട് നല്ല അടിപ്പം മഴ പെയ്യാൻ തുടങ്ങിയിട്ട്. അതിൻ്റെയാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ പോട്ടം ബാസറിലെ പുഴ. അത് കലങ്ങി മറിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നല്ല പച്ച കളറിലുള്ള നല്ല തെളിഞ്ഞ വെള്ളമൊരിക്കലും ഇവിടെ ഉണ്ടാവാറുള്ളത്. ഞാൻ ദേ കോടയൊക്കെ പിടിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. കണ്ട നമ്മ പുഴ സൈഡിൽ നിന്നത് വീഡിയോ എടുത്തിരിക്കുകയാണ്. നല്ലൊരു മഴ. ഇവിടെ സമയം ഏകദേശം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞിട്ട് 3 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നൊരു ഉച്ചക്കൊക്കെ ഒരു 1:30 മണിക്ക് 1 മണിയൊക്കെ ആയപ്പോൾ തുടങ്ങിയാണ് ഈ മഴ. കണ്ടിന്യൂസ് ആയിട്ട് നല്ല അടിപ്പം മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള സീനുകളും കോട്ടം ബാസറിലുണ്ട്. നമ്മുടെ നാടിൻ്റെ നൊസ്റ്റാൾജിയ. അവിടെയും നല്ല പുഴ, നമ്മുടെ പറവൂര് നമ്മുടെ പുഴയൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനവിടെ പോയി നിൽക്കാറുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. അപ്പോൾ ആ ഒരു ഫീൽ എനിക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അതാണ് നമ്മുടെ കോട്ടം ബാസർ. അധികം നേരം മഴയത്ത് കണ്ട നല്ല ഇടിവെട്ടാണ്. ഇടിവെട്ടുമ്പോൾ പുറത്തധികം നേരം നിന്ന് ഇറങ്ങിയിട്ടില്ല. ഒരു ചെറിയ പേടിയുണ്ട്. നേരെ വീട്ടിൽ പോട്ടെ. ഹായ് ഫ്രണ്ട്സ്, പോട്ടം ബാസറിൻ്റെ മറ്റൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. പോട്ടം ബാസറിനെയും തോപ്പായനെയും വേർതിരിക്കുന്ന ഒരു ഓവർബ്രിഡ്ജ് ഉണ്ട് ഇവിടെ. ആ ഓവർബ്രിഡ്ജിൻ്റെ മേളിൽ നിന്ന് നമുക്ക് ആ എക്സ്പ്രസ് വേയുടെ കാഴ്ചകൾ കാണാം. ഈ ഓവർ ബ്രിഡ്ജിലേക്ക് പോകാനായിട്ട് 2 വഴികളാണ്. 2 വഴികളൊന്ന് ഒന്ന് ദേ എൻ്റെ പുറകെ കാണുന്ന സ്റ്റെപ്പുണ്ട്. ഇത് സ്റ്റെപ്പ് കയറി പോകാൻ പറ്റുന്നവർക്ക്. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തൊരു വഴി കാണിച്ചു തരാം. ഇതാണ് ഹാൻഡിക്യാപ്പ് ആളുകൾക്ക് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഉള്ള മറ്റൊരു വഴി. അതിനുള്ളിൽ ബൈസിക്കിൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഡ്രൈവ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ സൈനേജൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കേതായാലും സ്റ്റെപ്പുള്ള വഴി കൂടി പോയി നോക്കാം. ഓക്കെ. നമ്മൾ സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നല്ല സ്റ്റെപ്പാണ്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ തോപ്പായയും പോട്ടം ബാസറിനെയും ബന്ധിപ്പിക്കുന്ന ഓവർ ബ്രിഡ്ജാണിത്. ഇതിൻ്റെ താഴെ കൂടിയാണ് സെൻട്രൽ എക്സ്പ്രസ് വേ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സെൻട്രൽ എക്സ്പ്രസ് വേയിലെ നൈറ്റിൽ രാത്രിയിൽ നല്ല കാഴ്ചകൾ, വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീർപ്പാഞ്ഞു പോകുന്ന മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അപ്പുറത്ത് കാണുന്നത് ഞാൻ സ്റ്റെപ്പ് കയറിയിട്ട് അണക്കുന്നുണ്ട്. കൊളസ്ട്രോൾ കൂടിയാണെന്ന് അറിയാൻ പാടില്ല. ഓക്കെ, എന്തായാലും അപ്പുറത്ത് കാണുന്നത് തോപ്പായോ എന്ന് പറഞ്ഞ സ്ഥലമാണ്. തോപ്പായോ ലോറോങ് 6. സോ അതിൻ്റെ ഇപ്പുറത്താണ് ഈ എക്സ്പ്രസ് വേ ആണ് ഈ തോപ്പായോനും കോട്ടം ബാസറിനെയും വേർതിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി ആ റോഡിലെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. റോഡിൽ വലിയ തിരക്കൊന്നും ഇല്ലെന്നാണ്, വലിയ കാര്യമായിട്ടുള്ള ട്രാഫിക് കാണാനില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ നിറച്ചും വണ്ടികൾ ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇന്നിപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള ട്രാഫിക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞ് പോകുന്നത്. ഇത് എത്ര വരിയാണ്? നമ്മുടെ നാട്ടിലൊക്കെ 4 വരി എന്ന് പറയുമ്പോൾ തന്നെ വലിയ കാര്യമാണ്. 1 2 3 4 5 6 7 8 9 10 11 12 വരി ഉണ്ട് ഇവിടെ. ഓക്കെ, 12 വരിയിലാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാഫിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എന്നൊക്കെ ഇതാവുക ഒരു 4 വരി പാത എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സമരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ഷനൊക്കെ വരെയാണ്. ഓക്കെ, ആരാണ് ഇതൊക്കെ നടത്തി തരാൻ പറ്റുക എനിക്കറിയാൻ പാടില്ല. അതൊക്കെ പോട്ടെ. സിംഗപ്പൂരിലെ കാഴ്ചകളാണ് നമുക്ക്.
ഇതേണ്ട, ഇതാണ് സെൻട്രൽ എക്സ്പ്രസ് വേയിൽ നിന്നുള്ള നല്ല അടിപ്പൻ കാഴ്ച. കണ്ട, മേൽപ്പാലത്തിൽ വരെ നല്ല പൂക്കളൊക്കെ നല്ല ബൊഗൈൻവില്ല കണ്ട, ഇതൊക്കെ വെച്ച് നല്ല അലങ്കരിച്ചല്ലാണ്ട് ഓരോടത്തും ഒരു സ്ഥലം പോലും പാഴാക്കാണ്ട് അത്രയും മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ നല്ലൊരു വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ താമസിക്കുന്ന പോർട്ട് അംബാസഡർ. ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള സ്ഥലമാണ് തോപ്പായോ എന്ന് പറഞ്ഞൊരു ടൗൺ. ഓക്കെ, സോ ഇതാണ് ആ എക്സ്പ്രസ് വേയുടെ നല്ലൊരു വ്യൂ. എത്ര മനോഹരമായിട്ടാണ് റോഡുകളൊക്കെ ഈ സിംഗപ്പൂരിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ മാതൃകയാക്കണം. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. വന്നാൽ കൊള്ളാം. അടിപൊളിയല്ലേ ഈ കാഴ്ച? ഇത് പാൻ ഐലൻഡ് എക്സ്പ്രസ് വേ പോർട്ട് അംബാസഡറിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത്. അതൊരു 15 നില കെട്ടിടത്തിൻ്റെ മേടിയിൽ നിന്നെടുത്തെടുത്ത വീഡിയോ ആണിത്. അത് രാത്രിയിലുള്ളൊരു കാഴ്ച. ആ എക്സ്പ്രസ് വേയിൽ ഇപ്പോൾ 2 എക്സ്പ്രസ് വേ പോർട്ട് അംബാസഡറിൻ്റെ സൈഡിൽ കൂടി കിടന്നുകൊണ്ട്, ഒന്ന് സെൻട്രൽ എക്സ്പ്രസ് വേ ഞാൻ ആദ്യം കാണിച്ചത്, ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഐലൻഡ് എക്സ്പ്രസ് വേ. ഇപ്പോൾ പോർട്ട് അംബാസഡറിനെ പറ്റിയിട്ടുള്ള എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ചെറിയ ഒരു വിവരണം തരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വേറെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടനെ എത്തും. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട്, പുതിയ സ്ഥലങ്ങളുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും സന്ധിക്കും വരെ വണക്കം.